ഇന്നത്തെ നമ്മുടെ സ്റ്റോറി ഒരു റിയൽ ഇൻസിഡൻ്റാണ്. ഒരു പബ്ലിക് സ്കൂളിൽ നടന്ന ഒരു ഇൻസിഡൻ്റാണ്. അത് ഞാൻ കറക്റ്റായിട്ട് സ്കൂളിൻ്റെ പേര് പറയുന്നില്ല, കാരണം അത് ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് ഞാൻ പറയാം. സംഭവം നൈനിതാളിലുള്ളൊരു പബ്ലിക് സ്കൂളാണ്. അപ്പോൾ അവിടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ സ്കൂളൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പോൾ അവിടെ ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് രാധിക എന്ന് പറഞ്ഞൊരു ടീച്ചർ പുതിയതായിട്ട് അവിടെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ രാധിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് PG ഒക്കെ ചെയ്ത് അത് PhD ഒക്കെ എടുത്തതിന് ശേഷം ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നേക്കണം. അപ്പോൾ ആൾക്ക് ടീച്ചിങ് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ആളുടെ സബ്ജക്റ്റും ടീച്ചിങ് വേക്കൻസി ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ജോബ് വേണം എന്നൊരു ആഗ്രഹം കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ ജോബ് കിട്ടുകയാണ്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് രാധിക. അങ്ങനെ ഫസ്റ്റ് ഡേ സ്കൂളിൽ ജോയിൻ ചെയ്ത് പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ ടീച്ചറിനെ ക്ലാസ് റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. എന്നുവെച്ചെങ്കിൽ ശരിക്കും ആരോ തലക്കടിച്ചിട്ട് അവിടെ ചോര വാർന്ന് മരിച്ചേക്കാണ് ആൾ. ആ സ്കൂളിന് ഭയങ്കരമായിട്ട് ഒരു ഷോക്കിംഗ് ആയി. കാരണം അതേവരെ ആ സ്കൂളിൽ അങ്ങനത്തെ ഒരു പ്രശ്നം പോയിട്ട് ഒരു ബാഡ് നെയിം പോലും ഇല്ലാത്തൊരു സ്കൂളായിരുന്നു. പക്ഷേ ഒരു പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ അവിടെ മരണപ്പെട്ടപ്പോൾ അവിടുത്തെ ടീച്ചർമാരുൾപ്പെടെ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ഭയന്നു. എന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ പോലീസ് വന്നു, അന്വേഷണങ്ങൾ തുടങ്ങി, ഫോറൻസിക് വന്നു. അങ്ങനെ എല്ലാവിധ രീതിയിലും ഒക്കെ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുൽ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആളെയാണ് ചുമതല ഏൽപ്പിച്ചാണ്. അപ്പോൾ അതുൽ അവിടെ നോക്കിയിട്ടൊന്നും യാതൊരു രീതിയിലൊരു ട്രേസ് മാർക്കോ ഒന്നും കിട്ടുന്നില്ല. ഒരു മർഡർ നടന്നതിൻ്റെ അങ്ങനെ സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു, ഒരു തുമ്പുമില്ല, ഒന്നുമില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ഇതെന്താ ഈ കേസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചെന്ന് അതുപോലെ ഇങ്ങനെ ആ സ്കൂളിപ്പോൾ താൽക്കാലികമായിട്ട് ഷട്ട് ഡൗൺ ചെയ്തേക്കണം. മരണമായതുകൊണ്ട് തന്നെ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കും. പക്ഷേ ഉള്ളിൽ 2-3 പോലീസുകാർ സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ ഒരു ദിവസം ചായ കുടിച്ച് ഇങ്ങനെ ഗേറ്റിൻ്റെ പുറത്ത് നിന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു ചായക്കടയുണ്ട്. അവിടെ ഒരു പ്രായമായിട്ടൊരു സ്ത്രീ അവിടെയുണ്ട്. അപ്പോൾ സ്ത്രീ ഈ ചായ കുടിക്കാനായിട്ട് ചെന്നപ്പോൾ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അവിടെ അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം ഇത് ചെയ്തത് മനുഷ്യരല്ല, ഒരു പ്രേതമാണ് ചെയ്തതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പോലീസുകാരൻ ആദ്യം ചിരിച്ചു. കാരണം നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ഒരു പ്രായമുള്ള സ്ത്രീയാണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, ആ മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷേ ആ സ്ത്രീയുടെ പറയുന്നതിൻ്റെ ഒരു രീതി കേട്ടപ്പോൾ ഈ പോലീസ് ഓഫീസറിന് ചെറിയൊരു ഒരു സ്ട്രൈക്ക് ചെയ്തു. എന്തായിരിക്കും സംഭവം? വീണ്ടും പോലീസ് ഓഫീസർ ചായ കുടിച്ചിട്ട് നേരെ വൈകിട്ട് സമയമായി. അപ്പോൾ അവർ ഫുൾ ടൈം അവിടെ തമ്പടിച്ചൊക്കെയാണ്. അപ്പോൾ പോലീസ് ഓഫീസർ മാത്രം ആ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ടീച്ചർ മരിച്ചു കിടന്ന സ്റ്റാഫ് റൂമിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ബുക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞില്ല. വീണ്ടും ഒന്നുകൂടി ചെയ്യാൻ തുടങ്ങി. കബോർഡ് എല്ലായിടത്തും നോക്കി, ഈ ടീച്ചർ മരിച്ച സ്ഥലമൊക്കെ നോക്കി. അങ്ങനെ ആ സ്ഥലത്ത് ടീച്ചർ അവസാനം നോക്കി ഫയൽ എടുത്ത് തിരിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഓഫീസറിൻ്റെ ബാക്കിൽ എന്തോ ഒരു അനക്കം പോലെ ഓഫീസറിന് തോന്നി. ഓഫീസർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. പക്ഷേ താഴത്ത് ഈ ടീച്ചർ തലയടിച്ച് താഴെ വീണ് കിടന്ന ആ സ്ഥലത്ത് ഒരു സ്ത്രീ അവിടെ തല കുമ്പിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓഫീസർ ചോദിക്കും, നിങ്ങൾ ആരാണ്, എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കുമ്പോൾ പോലീസ് ഓഫീസർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അവിടെ ഞെട്ടും. കാരണം ആ മരിച്ച അതേ സ്ത്രീ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ശരിക്കും ഞെട്ടി ആൾ ബാക്കിലേക്ക് ഇങ്ങനെ വീഴാൻ പോകുന്നതിലൊക്കെ ബാക്കിലേക്ക് തള്ളിപ്പോയി. ആ പുള്ളിക്കാരനൊന്നും പറയാനില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് അങ്ങോട്ട് ചോദിക്കണം. പക്ഷേ ഈ പുള്ളിക്കാരത്തി ശരിക്കും ഈ ഓഫീസറിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കണ്ണ് ചിമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഭയങ്കര അലർച്ച വന്നിട്ട് ഈ പുള്ളിക്കാരത്തി നേരെ അവിടെ മാഞ്ഞുപോയി. പോലീസുകാരന് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും നടന്ന സംഭവമാണോ, ഇത് നടക്കുന്നുണ്ടോ, സ്വപ്നത്തിലാണോ, ഒന്നും മനസ്സിലാവുന്നില്ല. വേഗം തന്നെ പോലീസുകാരന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ട് വേഗം പുറത്തേക്ക് വന്നിട്ട് വേറെ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ ഇവിടെ ഓഫീസേഴ്സും അല്ലെങ്കിൽ ടീച്ചർമാരും എല്ലാവരും വരുമ്പോൾ എല്ലാവരും നമുക്ക് ക്രോസ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നുകൂടി ചെയ്യണം. അങ്ങനെ നിർത്തിയിട്ട് ആ പറയുന്ന സമയത്താണ് പുള്ളിക്ക് ഒരു സംഭവം ഓർത്തത്. കാരണം ഈ ലേഡി മരിച്ചു വീണ സ്ഥലത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ നീക്കി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ ഡയറക്ഷൻ നോക്കിയപ്പോൾ ഒരു അൽമാരയിലേക്കാണ് പിടിച്ചേക്കണത്. ആ അൽമാരയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫ് റൂമിൽ ആ ഒരു അൽമാര മാത്രമാണ്. ആ അൽമാര ഭിത്തിനോട് ചേർത്ത് പണിതൊക്കെയാണ്. അത് വുഡൻ പീസിലുണ്ടാക്കിയാണ്. ബാക്കി എല്ലാം മെറ്റൽ പീസാണ്. പക്ഷേ ആ ഒരു അൽമാര മാത്രം വുഡിലുണ്ടാക്കിയാണ്. ആ അൽമാര മാത്രം ഇവർ തുറന്നു നോക്കിയിട്ടുണ്ടായില്ല. കാരണം എൻ്റെ കീ അവിടെ ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു കൈൻ്റെ ആംഗിൾ ഇങ്ങനെ കാണിച്ചപ്പോൾ ഇവർക്ക് ഡൗട്ടായി. അങ്ങനെ ഈ അലമാര ഇവർ കീ ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് തല്ലിപ്പൊളിച്ച് ഉള്ളിൽ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ മന്ത്രവാദത്തിൻ്റെ ചരടുകൾ, കുറേ ഭസ്മം,
കുങ്കുമം, അതേപോലെ ചെറിയൊരു പാവ, പിന്നെ കുറേ സൂചി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കണം. ഇത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് പേടിയായി. പേടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് ഒരു സ്കൂളിൽ ഇങ്ങനെ വരാൻ പാടില്ല, അത് അവിടെ ആരൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കണ പോലെയാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് തോന്നിയത്. വേറെ തന്നെ അടുത്ത ദിവസം എല്ലാവരും ഈ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് വന്നു, അതേപോലെ സ്റ്റാഫ്, പിയോൺസ് എല്ലാവരും വന്നു. എല്ലാവരും പിടിച്ചിട്ട് ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അവസാനം ആ സ്കൂള് റിനോവേറ്റ് ചെയ്ത് ആരാന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് സയൻസിൽ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഈ ഒരു എൻറ്റയർ സ്കൂൾ അവർ റിനോവേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. വേഗം തന്നെ ആളെ പിടികിട്ടി. വേഗം തന്നെ ഓഫീസർ നേരെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആൾ ഞെട്ടി. അതെന്താണ് അങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ എന്താ അറസ്റ്റ്? വേഗം തന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു നിങ്ങളാണ് ഈ പാവയും ഈ മന്ത്രവാദത്തിൻ്റെ സാധനമൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് യെസ് പറയേണ്ടി വന്നു. പിന്നെ കഥകൾ പുറത്തേക്ക് വന്നു തുടങ്ങി. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ വേറെ രീതിയിലേക്കായി. ഒരു കഥ ചോദിച്ചു പറഞ്ഞു ഈ ടീച്ചർ ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ ഈ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തിൻ്റെ കുറേ നടന്ന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലേഡി ഒരു രീതിയിലും പിടികൊടുക്കണ്ടായില്ല. അങ്ങനെ അവസാനം ഒരു ദിവസം എക്സാം പേപ്പേഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസ് റൂമിൽ ഇരുന്ന സമയത്താണ് ഈ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കിൽ വന്നിട്ട് പുള്ളിക്കാരത്തി എടുത്ത് പിടിക്കാൻ തോണ്ടേ മാന്തൊക്കെ ചെയ്തു. അത് തിരിച്ച് ഒരു മുഖത്തൊരു അടി കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് നേരെ ആ തല പിടിച്ച് നേരെ താഴത്ത് ആ ബെഞ്ചും അടിച്ചിട്ട് ആൾ അവിടെ മരിക്കുകയാണ്. ഈ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിസ്റ്റർ കുറച്ച് നെഗറ്റീവ് എനർജിയും അതേപോലെ താന്ത്രിക്കാണ്. അവിടുത്തെ ഒരു മന്ത്രവാദ സംഭവങ്ങൾക്കുള്ള അവിടുന്ന് ചെറിയ ബാധ ഒഴിപ്പിക്കണതും അതുപോലെ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ കെട്ടിയിടാൻ എങ്ങനെയാണ് ഒരു ആത്മാവിനെ കെട്ടിയിടാനുള്ള ആ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായി. അങ്ങനെ ഇത് മരിച്ചതിന് ശേഷം അവിടെ കുറച്ച് ക്രിയാകർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ടീച്ചറിനെ ആത്മാവിനെ അവിടെ തന്നെ തളച്ചേക്കുകയാണ്. ആ തളച്ച രംഗമാണ് ആ മരത്തിൻ്റെ അലമാരയുടെ ഉള്ളിൽ നമ്മൾ കണ്ടത്. ഇത്രയും കഥ നേരെ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ അടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഏകദേശം സാറ്റിസ്ഫൈഡായി. അടുത്ത ദിവസം പ്രിൻസിപ്പലിൻ്റെ മുമ്പിലും ടീച്ചർമാരുടെ മുമ്പിലും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. ഇതാണ് ഇവിടെ നടന്ന സംഭവം എന്ന് പറയണം. ഈ പബ്ലിക് സ്കൂളിൽ ഇന്നേ വരെ നടന്നേക്കണ ഏറ്റവും വലിയൊരു ക്രൈമാണത്, ഒരു മർഡറാണത്. ഇന്നും നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും ഒരു ടീച്ചറിൻ്റെ മർഡർ നടന്ന പബ്ലിക് സ്കൂൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പബ്ലിക് സ്കൂളായിരിക്കും എല്ലാവരും എടുത്ത് പറയണത്. ഇത് റിയലായിട്ട് നടന്നൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ഹൊറർ മൂഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്ന് പറയാം. ഇതിൽ എത്ര ശതമാനം സത്യാവസ്ഥയെന്ന് നമുക്കറിയില്ല, കാരണം അവർ പറയണം, നമ്മൾ കേൾക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഹോണ്ടഡ് മിസ്റ്റീരിയസ് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. കാരണം നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.